Hi friends, ഇന്ന് ഞാൻ നല്ലൊരു പാൽ ചായ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി കട്ടി കൂടിയ പാലാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. പിന്നീട് നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ആ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ ചെറുതായി ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമുക്ക് ചായ തിളപ്പിച്ചെടുക്കാനായിട്ട്. അതോടൊപ്പം നമ്മളൊരു സ്പൂൺ വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചായയെല്ലാം തിളച്ച് പുറത്തു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് രണ്ട് പ്രാവശ്യം നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒത്തിരി നേരം നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഒത്തിരി നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ചായയുടെ ഒരു ചായപ്പൊടിയുടെ ആ ഒരു കറ ഇളകിയിട്ട് ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് അതൊരു 2 പ്രാവശ്യം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കണം. ഞാനിവിടെ 3 റോസസിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ചായ റെഡിയാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ ഇളക്കിയിട്ട് ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ആറ്റിയെടുക്കുക. നന്നായി പതപ്പിച്ചെടുക്കണം. അതിനുശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുമ്പോഴും നമ്മൾ പതിയെ ഒന്ന് പൊക്കി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല പതഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ചായയായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.